ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു കമാൻഡർ ടു വാക്ക് എന്ന വീഡിയോ ആണ്. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിവിടെ ഗൗരീനെ വിടുന്ന ദിവസമാണ്. അങ്ങനെയിട്ട് കുറേ സ്ഥലങ്ങളിൽ ജാമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ സ്പോട്ട് എത്തിക്കഴിഞ്ഞു. നമ്മുടെ നമ്മളെ സനചേട്ടനും ഇവരെല്ലാവരും റെഡി ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റ് ബെഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആരും അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയ വണ്ടി അങ്ങനെ റോഡിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് വർക്ക്ഷോപ്പ് എത്തിയാൽ മതി എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും. ഞാൻ പൊതുവേ വീഡിയോസിനൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ ബ്രേക്ക് ഡൗൺ ആയ വണ്ടീനെ നടക്കുന്ന വോയിസ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ. അങ്ങനെ ലോഡിങ് പരിപാടി കഴിഞ്ഞ് ഇത് മെയിൻ റോഡിൽ വെച്ചിട്ട് ലോഡാക്കിയതുകൊണ്ട് കുറച്ച് സൈഡാക്കുന്നതാണ് സ്ട്രാപ്പൊക്കെ ഇടാൻ. ഈ വണ്ടിയിൽ ജോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേണ്ടുന്ന മാക്സിമം സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട്. എന്തുണ്ടായാലും ഫ്രണ്ടിൽ വിഞ്ച് ലോഡ് ചെയ്യും റോപ്പിൽ. അതുപോലെ തന്നെ സ്റ്റോപ്പേഴ്സും, ടയറിന് സ്റ്റോപ്പേഴ്സും, പിന്നെ ബെൽറ്റ്, സ്ട്രാപ്പ് ബെൽറ്റ് യൂസ് ആക്കുന്നുണ്ട്. നമ്മൾ ഈ രാത്രി പോയിട്ട് എന്തുണ്ടായാലും വണ്ടി ഇറക്കുന്നില്ല. വണ്ടി വീട്ടിനടുത്ത് നിർത്തിയിട്ട് അടുത്ത രാവിലെ തന്നെ ഇറക്കുന്നുള്ളൂ. ഈ വണ്ടി SS ഓട്ടോ ഗാരേജിലേക്ക് തന്നെയാണ് പോകുന്നത്. സ്ട്രാപ്പ് ഇടുമ്പോൾ നമ്മൾ കറക്റ്റായി ലെവലായിട്ട് ഇട്ടാൽ അയക്കാൻ കറക്റ്റ് എളുപ്പം ഉണ്ടാവും. സ്ട്രാപ്പ് നമ്മൾ ലോഡാക്കുന്ന സമയത്ത് അതൊന്നും ഡബിൾ ലെയർ ആവാണ്ട് നോക്കുക. ഇതാണ് നമ്മൾ PTO ലിവർ. ആ PTO ലിവർ എൻഗേജ് ആക്കിയാൽ മാത്രമേ നമുക്ക് വിഞ്ചും ഹൈഡ്രോളിക് റാമ്പൊക്കെ വർക്കാവും. അപ്പോൾ ഈ വണ്ടിയിൽ റിവേഴ്സ് തള്ളി വിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറേ ഫ്ലാറ്റ് ബെഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റിവേഴ്സ് നമ്മൾ തള്ളേണ്ട ആവശ്യമുണ്ടാവും. ഇതിൽ തള്ളേണ്ട ആവശ്യമില്ല. നമുക്ക് റാമ്പിന് ഡയറക്റ്റായിട്ട് വണ്ടീനെ കണക്ട് ആക്കിയിട്ട് തന്നെ രണ്ടും ഒരുമിച്ച് ഓപ്പറേറ്റ് ആക്കിയിട്ട് ഇതേപോലെ തന്നെ റിവേഴ്സ് എടുക്കാൻ പറ്റുന്ന ആ ഒരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ റെഗുലറായിട്ട് തള്ളാൻ കുറച്ചൊക്കെ വീൽ ജാമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ തള്ളാൻ ഭയങ്കര പാടായിരിക്കും. ഇത് മെയിനായിട്ട് 2 വീൽ വണ്ടി ആയതുകൊണ്ട് ഓടിച്ചിട്ട് എടുത്തിട്ട് വരാൻ പറ്റാഞ്ഞത്. ഇത് 4 വീലായിരുന്നെങ്കിൽ നോർമൽ 4 വീൽ ഇട്ടിട്ട് എടുത്തിട്ട് വരാൻ പറ്റിയേനെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിത് വണ്ടി അൺലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് SS ഓട്ടോ ഗാരേജിൻ്റെ സ്റ്റിക്കറാണ്. ഇത് നമുക്ക് ഇന്ന് പറ്റിച്ചു തന്നതാണ്. Okay friends, thank you, thanks for watching.